ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേർഡ് ചാനൽ ബൈ അഭിനന്ദ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, പല ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. എന്താ വെച്ചാൽ ഇതിലെ മെജോറിറ്റി ഓഫ് ദ ക്ലിപ്സ് ഇന്നത്തേതാണ്. ബാക്കി ഒരു 2-3 ക്ലിപ്സ് എല്ലാം ഇന്നലത്തതും മിനിഞ്ഞാന്നത്തതെല്ലാം ആയിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തതല്ല, ടുഡേ ഈസ് ട്യൂസ്ഡേ റൈറ്റ്. സോ മൺഡേത്തതും ഫ്രൈഡേത്തതുമായിട്ടുള്ള ക്ലിപ്സ് എല്ലാം ഉണ്ട്. എനിക്ക് സാധാരണ കോളേജിൽ അങ്ങനെ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്നത് ഇഷ്ടമല്ല. സോ അങ്ങനെ കോളേജിൽ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ എടുത്തിട്ടില്ല വീഡിയോസ് ക്ലിപ്സ് എല്ലാം ഇതിൽ ആഡാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴത്തെയും പോലെ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ 2-3 ഷോർട്സ് ഇട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് വിടാം. നമുക്കിനി ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ എൻ്റെ ഒരു ഡേയിൽ കോളേജിൽ പോകാൻ ഒരുങ്ങുമ്പം മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മുടിയിലെ കെട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നിങ്ങൾ മറ്റേ ഈ പരസ്യത്തിലെല്ലാം കാണുന്ന പോലത്തെ പനങ്കുല പോലത്തെ മുടി. ഓരോരു എണ്ണേൻ്റെ പരസ്യത്തിലെല്ലാം കാണുമല്ലോ, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലെല്ലാം ഓരോരു എണ്ണേൻ്റെ പരസ്യത്തിൽ പനങ്കുല പോലത്തെ മുടി. ആ ടെക്സ്ചറാണ് ഈ ടെക്സ്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് ഭയങ്കര ഫ്രിസി ആയിരിക്കും. അങ്ങനെ മുടിയായിട്ടെല്ലാം മൽപ്പെടുത്തെല്ലാം കഴിഞ്ഞ് റെഡിയായി അവസാനം ഈ ഹെയർ സ്റ്റൈലിൽ നിർത്തി. ഇതാണ് എൻ്റെ എന്താ പറയുക ആസ്ഥാന ഹെയർ സ്റ്റൈൽ. എപ്പോഴും ഈ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഉണ്ടാവുക. ഒരു ഗതിയും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഹെയർ സ്റ്റൈൽ. ആ മുഖം കാണുമ്പം തന്നെ അറിയാം കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. എന്താ അറിയില്ല, ഇന്നത്തെ ദിവസം ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് കണ്ണൊന്നും എഴുതിയിട്ടില്ല, കൺമഷി ഇട്ടിട്ടില്ല, ആ ഒരു പൊട്ട് വെച്ചിന്. എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ആ മുഖത്തെ ആ കടന്തൽ കുത്തിയ പോലെയുള്ള എക്സ്പ്രഷൻ കാണുമ്പം തന്നെ അറിയാം ഭയങ്കര മടിയാണ്. ഫസ്റ്റ് അവർ ഇന്ന് മാം ലീവായിരുന്നു, അതുകൊണ്ട് ലൈബ്രറിയിൽ പോയിരുന്ന അസൈൻമെൻറ്റ് എഴുതി. ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ദിവസമായിരുന്നു. ഇതൊരു ഫ്രൈഡേയിലെ വീഡിയോ ആണ്. കണ്ട ഹെയർ സ്റ്റൈലും എല്ലാം മാറി, കണ്ണെല്ലാം എഴുതി പൊട്ടെല്ലാം വെച്ചിട്ടാണ് പോയത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഹാപ്പി എന്നല്ല, കോളേജിൽ പോകാൻ വേണ്ടി ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര മടിയായിരുന്നു. ഇത് ഞങ്ങൾ ക്ലാസ് ടൈമിൽ ഞങ്ങളെ പണി ചെയ്താൽ ഞാൻ ആ സെൻറ്ററിലിരിക്കുക, എൻ്റെ അപ്പുറത്ത് നിധി ഇരിക്കും, ഇപ്പുറത്തെ ക്യാരളിരിക്കും. ഞങ്ങളിങ്ങനെ ഓരോ മണ്ടത്തരം കളിക്കും. ഇതെല്ലാമാണ് കോളേജ് ലൈഫിൽ ആകെയുള്ളൊരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് പക്വത വന്നിട്ടില്ല, അവർ മെച്യൂരിറ്റി വന്നിട്ടില്ല. ആക്ച്വലി ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മെച്യൂരിറ്റി, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് അവർ ഇന്നർ ചൈൽഡ് ഹാപ്പി. അല്ലേ? ഈ ടെൻഷൻ പിടിച്ച ഓരോ കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ ജെന്യൂൻലി നമ്മളെ എന്താ പറയുക ഇന്നർ മൈൻഡിൽ ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് തന്നെ എന്തോ ഭാഗ്യമല്ലേ. എനിക്ക് പറ്റുന്ന ടൈമിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോമോസിൻ്റെ ഗിവ് അവേ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ മോമോസ് വാങ്ങിക്കാൻ പോകുന്നതായിരുന്നു. 5 പ്ലേറ്റ് മോമോസ് ആയിരുന്നു ഫസ്റ്റ്. ഒരു പ്ലേറ്റ് ഞാൻ ഓൾറെഡി കഴിച്ചത്, ബാക്കി 4 പ്ലേറ്റ് പാർസൽ വാങ്ങിച്ച്. അപ്പം സ്റ്റീംഡ് മോമോസ് ആയിട്ട്. ഇത് അതിന് ശേഷം ഉച്ചക്കുള്ള വീഡിയോ ആണ്, അതായത് ഇന്ന് ഉച്ചക്കുള്ള വീഡിയോ. ഇന്ന് ഫുൾ എഴുതിക്കൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പണി. സൈക്കോളജീൻ്റെ അസൈൻമെൻറ്റാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട്? എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്, ഒരു ഓക്കെ ടൈപ്പ് എന്നായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറയലുണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണെന്ന് പറയുന്നത് സന്തോഷമാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്നോട് തന്നെ ചോദിക്കും, അത്രക്കെല്ലാം ഭംഗിയുണ്ടോ? ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിധിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലഞ്ച് കഴിക്കാൻ വിടില്ല. അപ്പം ഞാൻ നിധിക്ക് കമ്പനി കൊടുത്ത് ആ ടൈമിൽ ഞാൻ എഴുതുകയും ചെയ്തു, അവളോട് വർത്തമാനം പറയുകയും ചെയ്ത്. അവൾ ഭയങ്കര സ്ലോ ഈറ്ററാണ്. അങ്ങനെ 1 അവർ എടുത്ത് അവൾ ഫുഡ് കഴിച്ച് തീരാൻ ആ ടൈം കൊണ്ട് ഞാൻ കുറേ എഴുതുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോയി. ഉച്ചക്കത്തെ ക്ലാസ്സിന് ക്യാരൽ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കൽ എൻ്റെ ഒരു ഹോബിയാണ്. ഓവർ വെള്ളം കുടിയില്ല. ഈ ഒരു ബോട്ടിൽ മാത്രമേ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കും. ഈ ഒരു ബോട്ടിലല്ല, 1.5 to 2 ബോട്ടിൽ കുടിക്കുമായിരിക്കും. വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഐ റെസ്പെക്ട് ദിയർ പ്രൈവസി. സോ അതുകൊണ്ടാണ് കേട്ടോ ഫേസ് ഹൈഡാക്കിയത്. ആ അവർ കഴിഞ്ഞിട്ടുള്ള അവറായിരുന്നു ഇത്. ക്ലാസ്സിൽ ഒരൊറ്റ മനുഷ്യരില്ല, ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ അസൈൻമെൻറ്റ് എഴുതി കംപ്ലീറ്റ് ആക്കാനും. June 30th വെക്കേണ്ട ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. 1 അല്ല 2 എണ്ണം.
അപ്പോൾ അത് ഞാൻ വെച്ചിട്ടില്ല, എന്തൊക്കെയോ തിരക്കായിപ്പോയി. അപ്പോൾ ഇനി ജൂലൈ 10th ഒരു അസൈൻമെൻറ്റ് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിനി എല്ലാം കൂടെ എഴുതിയിട്ട് ഇന്ന് വെക്കാമെന്ന്. ഇന്ന് ജൂലൈ 8 ആയതുള്ളൂ. അപ്പം എന്തായാലും വെക്കാൻ ലേറ്റ് ആയില്ല, അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എഴുതി കംപ്ലീറ്റ് ആക്കി. ആ വർ കഴിഞ്ഞാട് പിന്നെ നിധി വന്നു. ആ വർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു 2:20 ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിധി പിന്നെ വരുന്നത് 3:30. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അവൾക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് അധികം ആൾക്കാരും പ്രശ്നം. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ തിരിച്ച് പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തലയാട്ടോ അല്ലെങ്കിൽ ഒന്ന് മൂളോ അത്രേ വേണ്ടു. അപ്പോൾ അവളിങ്ങനെ ഓരോ കഥ പറയും. ചില ടൈമിൽ ഞാൻ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും, ഞാൻ എഴുതുന്നതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ആം ലിസണിങ്, അത് മതി അവൾക്ക്. അല്ലെങ്കിൽ അവളെന്തെങ്കിലും ഞാൻ ആരോടാ പറയുന്നതെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇതല്ലേ ഇപ്പോൾ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞാൽ മതി, ഓക്കെ. അത് കഴിഞ്ഞ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് ജിമ്മിൽ പോകുന്ന വഴിയാണ്. നിധി ആക്ച്വലി ബീഹാറിൽ നിന്നാണ്, കേരള മണിപ്പൂരിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ കൂടെ എല്ലാം നടന്നിട്ട് എനിക്ക് ഓരോരോ വേർഡ്സ് എല്ലാം കിട്ടി. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കിട്ടി. എനിക്കിപ്പോൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. അതെല്ലാം എന്തൊരു ലക്കാണല്ലേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഹാപ്പി ആവുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ജിമ്മിൽ ആക്ച്വലി ഞാൻ ഏപ്രിൽ മെയ് ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു 2 months. പിന്നെ ഒരു 1 month ബ്രേക്ക് വന്നു. അതെന്താ വെച്ചാൽ ആ ടൈമിൽ എനിക്ക് എക്സാമും സെം ബ്രേക്കും ഇത് രണ്ടുമായിരുന്നു. ജൂണിൻ്റെ ഹാഫ് സെം ബ്രേക്ക് ആയിരുന്നു. ആ ടൈമിൽ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി. അപ്പം അങ്ങനെ ജിമ്മിൽ പോയിട്ടില്ല. പിന്നെ ബാക്കി ഹാഫ് ഞാൻ ഇവിടെ മാംഗ്ലൂരേക്ക് വന്നല്ലോ. അങ്ങനെ ഈ മന്ത് ഒന്ന് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ ആണ് ജിമ്മിൽ ജോയിൻ ചെയ്തത്. ഇപ്പം എന്തോ 4 or 5 days ആയതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും തൈസ് നല്ല പെയിൻ ഉണ്ട്, നടക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ട്. പക്ഷേ സാധാരണയാണ്, കുഴപ്പമില്ല. ഇവിടെയുള്ള ട്രെയിനേഴ്സ് നല്ല ട്രെയിനേഴ്സാണ്. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തി പറഞ്ഞു തരും, കാണിച്ചു തരും. അപ്പം ഒരേട്ടൻ മലയാളിയാണോ എന്നറിയില്ല, മലയാളം അറിയാം, മലയാളത്തിൽ സംസാരിക്കും. അറ്റ് ദ സെയിം ടൈം കന്നഡ അറിയാം. എൻ്റെ അടുത്ത് മലയാളത്തിലും അവളുടെ അടുത്ത് കന്നഡയിലാണ് പറയാം. അവൾ ബീഹാറി ആണെങ്കിൽ കൂടെ കന്നഡ അറിയാം. സോ അവൾ മാംഗ്ലൂരാണ് സെറ്റിൽഡ്, അതുകൊണ്ട് കന്നഡ അറിയാം. പണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് മടി പിടിക്കലുണ്ടായിരുന്നു. മടിയെന്ന് പറഞ്ഞാൽ മടിയല്ല, എന്നാലും ഒരു നാണക്കേടും ബോറടിയും അങ്ങനെയെല്ലാം. അപ്പോൾ ഇപ്പോൾ ഒരു ജിം പാർട്ട്ണർ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. നല്ല രസമാണ്. ഞാൻ മെയിനായിട്ട് ജിമ്മിൽ ചേർന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എൻ്റെ മടി മാറ്റണം. ഞാൻ മുന്നേ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. മടി നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി വന്നതായിരുന്നു. ഇപ്പം എനിക്ക് ആദ്യം മടി പിടിച്ചു. അപ്പോൾ ആ മടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ജിമ്മിൽ വരുന്നത്. പിന്നെ ഹോസ്റ്റലിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ടൊന്നും ചെയ്യൂല. അതുകൊണ്ട് തന്നെ ജിമ്മിൽ വരുമ്പോൾ ഇപ്പം എല്ലാം ഓക്കെ നടക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ലീപ്പും ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ എക്സസൈസും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം പ്രോപ്പറായിട്ട് വേണം. അപ്പോൾ ഇപ്പം ഏറെക്കുറെ എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അധികം ജങ്ക് ഫുഡ്സൊന്നും വാരി വലിച്ച് കഴിക്കില്ല. എല്ലാത്തിലും ഒരു ലിമിറ്റ് വെക്കലുണ്ട്. ഓർ കഴിക്കുമ്പോൾ അറിയാം ഇത് ജങ്ക് ഫുഡാണ്, കഴിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഇടയ്ക്ക് എന്താ പറയുക, അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് തടി കുറക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബോഡിയിൽ ഒന്നാമത് എക്സസ് ഫാറ്റ് ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കളയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഒരാളെ കാണിച്ചു തരാം. ഇതാണ് ആൽസ്റ്റൺ. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ക്ലാസ് ട്രിപ്പായിരുന്നു. അപ്പം ഇവൻ 2 weeks ആയിട്ടുള്ള ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട്, പക്ഷേ നല്ല മസിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു ജെനറ്റിക്സ് ആണ്, അച്ഛനെല്ലാം ഇങ്ങനെ മസിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് തിങ്കിങ് എൻ്റെ അച്ഛനും മസിലുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് മസിലില്ലല്ലോ. പക്ഷേ എൻ്റെ കൈക്ക് ചെറുതായിട്ട് എന്താ പറയുക മസിൽ വരാൻ തുടങ്ങിയ പോലെ ഉണ്ട്. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കണ്ടിട്ട് ഇല്ല പോലെ ഉണ്ട്. ആ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എക്സസൈസ് തുടങ്ങി. ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനെങ്ങാനും മൂക്കും കുത്തി വീഴുമെന്ന് എനിക്ക് പേടിയായിരുന്നു, പക്ഷേ കയറി. പക്ഷേ ഇതിൽ ഞാൻ അധികം നേരം സർക്കസ് കളിക്കാൻ നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഇതാ ത്രെഡ്മില്ലിൽ എന്നെക്കൊണ്ട് ഇന്നലെ 30 minute നടത്തിപ്പിച്ചിന്. ഇന്ന് ഞാൻ 20 minute ആകുമ്പോൾ നിർത്തി. കാല് വേദന എടുക്കുന്നുണ്ട്. അത് ഇൻക്ലിനേഷൻ 30 ഇട്ടിട്ടെങ്ങാനും എനിക്ക് തന്നിട്ടുണ്ടായ. ഞാൻ പിന്നെ കുറച്ച് വെച്ച്, അതായത് 30 ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന പോലെ ഉണ്ടാവും.
അപ്പോൾ കാല് നല്ല വേദനയും ഉണ്ടാവും. അപ്പോൾ ഞാൻ കാല് വേദന എടുക്കുമ്പോൾ 5-ലോട്ടിടും, പിന്നെ 10-ലോട്ടിടും, 30 അല്ല 15 മാറിപ്പോയി, പിന്നെ 15-ലോട്ടിടും, അങ്ങനെ. അപ്പോൾ ഇന്ന് തട്ടിപ്പ് കളിച്ച് 20 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് ട്രെയിനറുടെ അടുത്ത് പോയി പറഞ്ഞു, ഏട്ടാ കഴിഞ്ഞു പോട്ടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലേ പൊയ്ക്കോ പറഞ്ഞു. പറ്റിച്ചെന്ന്. ശരിക്കും അവരെ പറ്റിച്ചിട്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല, എനിക്കാ നഷ്ടം. ബിക്കോസ് എനിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. ഇനി അടുത്ത മണ്ടത്തരം കാണിച്ചില്ല. മണ്ടത്തരം ഒന്നല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. റൂമിലെത്തിയത്തേനും എനിക്ക് ഭയങ്കര വിശപ്പ് കൺട്രോളാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാഗി ഉണ്ടാക്കി. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. എനിക്ക് മാഗി അത്ര ഇഷ്ടമുള്ള പേഴ്സൺ അല്ല, പക്ഷേ വേറെ ഓപ്ഷനില്ല ഇപ്പം. മാഗി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും വെള്ളത്തിൽ മാഗി ഇട്ട് പൊടിയെല്ലാം തിളപ്പിക്കല്ലേ ചെയ്യുക. ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ച് എന്നിട്ട് മാഗി പൊടിച്ചിട്ട് പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് എന്നിട്ട് മസാല ഇട്ടു. പാത്രം കഴുകാനുള്ള മടിയാണ് മെയിനായിട്ട്. പാത്രമല്ല, കെറ്റിൽ കഴുകാം. കെറ്റിലിൻ്റെ ഉൾഭാഗം കഴുകാൻ കുറച്ച് പണിയുണ്ട്. അതൊരു ജഗ് ടൈപ്പ് കെറ്റിലാണ്. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിക്കും, ഉള്ളിലെല്ലാം പറ്റി പിടിക്കും. അതെല്ലാം പോകാൻ കുറച്ച് പണിയുണ്ട്. അപ്പം ഞാൻ അതിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. ആകെ മുട്ട പുഴുങ്ങും, പിന്നെ ഇത് എന്താ പറയുക, മാഗിക്കില്ല വെള്ളം അങ്ങനെയെല്ലാം ആക്കും. ഇത് യിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നൂഡിൽസിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ ആക്കി അപ്പാട് കഴിക്കാൻ പാടില്ല, കുറച്ച് നേരം ഒന്ന് വെക്കുക. അന്നേരത്തേക്ക് ഇതെല്ലാം ആ മാഗിയെല്ലാം ആ ചൂടുവെള്ളത്തിൽ പൊതിർന്ന് വലുതായി വന്നിട്ടുണ്ടാവും. മസാല ഇടണം, അന്നേരത്തേക്ക് മസാലയെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മൾ നോർമൽ മാഗീൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. മാഗിയല്ല യിപ്പി. ഇത് ഞാൻ ഉച്ചക്ക് കൊണ്ടുപോയ ലഞ്ചായിരുന്നു. 2 മുട്ടയും കക്കിരിക്കും. അത് കഴിച്ചിട്ടില്ല. അന്നേരത്തേക്കാണ് കാരൾ എന്നെ ക്യാൻറ്റീനിലോട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം വന്നിട്ട് കഴിക്കാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഓർമ്മ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് മാഗി ആക്കിയത്. മാഗി ആക്കി കഴിഞ്ഞിട്ട് ഇത് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിന് നൈറ്റ് ഡിന്നറിന് പകരം കഴിക്കാം, നൈറ്റത്തെ ഫുഡ് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെസ്സത്തെ ആൾക്ക് മെസ്സേജ് അയച്ച് നൈറ്റത്തെ ഫുഡ് ക്യാൻസലാക്കി. അവർ മെസ്സേജ് കണ്ടിട്ടില്ല ഗായ്സ്. അവർ ഫുഡും കൊണ്ട് വന്ന്. എനിക്കാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കുന്ന തീരെ ഇഷ്ടമല്ല. ഉച്ചക്കത്തെ ഫുഡ് കൊണ്ട് രാത്രി വരെ കൊണ്ടുവന്ന ഫുഡ് കൊണ്ട് എന്താക്കണം എന്നറിയാണ്ടിരിക്കുന്ന. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പുഴുങ്ങിയ മുട്ട 2 ദിവസം നിൽക്കുമെന്നാണ് പറയുന്നത്, റെഫ്രിജറേറ്റർ ഇല്ലാതെ. പക്ഷേ എന്നാലും എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. സോ എന്താ ചെയ്യുക, കഴിക്കാമെന്ന് വിചാരിച്ചു. ഫാനിൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ ഫാനാണെങ്കിൽ കറങ്ങുന്നുമില്ല, ഭയങ്കര സൗണ്ടും. ഞാനാണെങ്കിൽ ഒരു നിമിഷം പേടിച്ച് അവിടെ സ്റ്റക്കായിപ്പോയി. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ റൂമിൽ. പിന്നെ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ കോർണറിലുള്ള റൂമാണ്. ഞങ്ങളുടെ റൂമിന് മാത്രമേ ബാൽക്കണി ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പേടിച്ച് സ്റ്റക്കായിപ്പോയി. ഇത്രയും ദിവസം ഞാൻ രാത്രി റൂമിൽ ഒറ്റയ്ക്കായിരുന്നു കിടന്നത്. അപ്പോൾ എന്തോ ഇന്നൊരു പേടി പോലെ. കിടക്കാൻ പേടിയൊന്നുമില്ല, ഫാനിൻ്റെ കളി കൊണ്ട് മാത്രം. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ സ്റ്റക്കായി നിന്ന്. പിന്നെ ഫാൻ ഓക്കെ ആയി, കറങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ തിരിച്ച് വന്നാടിയിരുന്നു. ഞാൻ ആക്ച്വലി വെള്ളം എടുക്കാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ താഴെ പോയിട്ട് ഫുഡും എടുത്തിട്ട് വന്നു. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചോറ്, അച്ചാർ, സാമ്പാർ തന്നെയാണ് തോന്നുന്നു. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. ആ ചോറ് എന്തായാലും കംപ്ലീറ്റ്ലി എനിക്ക് തിന്നാൻ പറ്റില്ല. ഒന്നാമത് മാഗി കഴിച്ചുകൊണ്ട് എൻ്റെ വയറ് ഓൾറെഡി ഫുള്ളായിരുന്നു. സോ എൻ്റെ കയ്യിൻ്റെ അത്രയും ഒരു പോർഷൻ ചോറ് ഞാൻ എടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ എടുത്തു. ചിക്കൻ ഫ്രൈ മിസ്സാക്കണ്ടല്ലോ. അങ്ങനെ കുറച്ച് സാമ്പാർ തന്നെയാണ് തോന്നുന്നത്. എന്താ കറിയെന്ന് എനിക്കിനി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്യാരറ്റും എന്തെല്ലാം ഉണ്ട്, ഉരുളക്കിഴങ്ങല്ല. അപ്പോൾ സാമ്പാർ തന്നെയായിരിക്കും. ഇത്രയും ചോറ് ബാക്കിയുണ്ട് ഗായ്സ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്ക് കളയല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. എനിക്ക് ഓവർ ഇങ്ങനെ കുത്തിക്കയറ്റി തിന്നാൻ പറ്റില്ല. ഇതന്നെ എൻ്റെ മാക്സിമമായി. ഒന്നാമത് മാഗി കഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ കഴിക്കുന്നതെന്ന് പറയുമ്പം തന്നെ ബോണസാണ്. ഇത്രയൊന്നും സാധാരണ എനിക്ക് കഴിക്കാൻ പോലും പറ്റില്ല. പിന്നെ കളയണമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്ന. എൻ്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വരുന്ന ഫ്രണ്ട്സിനെല്ലാം ആക്ച്വലി നല്ല ഭാഗ്യമാണ്. എന്താ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് കഴിക്കില്ലല്ലോ. സോ എൻ്റെ ഫുഡും കൂടെ അവർക്ക് കിട്ടും. ഗേൾസിന് അത്ര ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗേൾസിന് പൊതുവേ കപ്പാസിറ്റി കുറവാണ്. സോ എൻ്റെ ബോയ്സ് ഫ്രണ്ട്സെല്ലാം ആണെങ്കിൽ നല്ലോണം കഴിക്കും. ഈ ഒരു വീഡിയോ ഞാൻ ഫ്രൈഡേ എടുത്തതായിരുന്നു. ഫ്രൈഡേ ഞങ്ങൾക്കൊരു ഫ്രീ അവർ ഉണ്ടായിരുന്നു. അപ്പം ഞാനും കാരളും കൂടെ കോളേജിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ പോയി. അവിടെ നിന്ന് എടുത്തത്. അവിടെ പോയപ്പം അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്തു. അപ്പോൾ എനിക്കൊന്ന് മഴയത്ത് കളിക്കാൻ വേണ്ടി തോന്നി. ഞാൻ സാധാരണ നാട്ടിലുണ്ടാകുമ്പം ഒരു മഴ പോലും മിസ്സാക്കാറില്ല. എല്ലാ മഴയത്തും ഇറങ്ങി കളിക്കും. മാംഗ്ലൂർ വന്നിട്ട് ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ മഴയത്ത് കളിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വോയിസ് ഓവറെല്ലാം ഞാൻ ഇന്നലെ കൊടുത്തെല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ഇന്നലെ തന്നെ പോസ്റ്റാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേനും എന്തോ ഒരു ആപ്പിൻ്റെ ബഗ്ഗും
പിന്നെ ഈ വീഡിയോ എക്സ്പോർട്ട് ആക്കാൻ വേണ്ടി സ്പേസ് ഇല്ലാഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസും ഫോണിലെ സ്പേസ് ക്ലിയർ ആക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലുള്ള കുറച്ച് വീഡിയോസും പോയി. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ച് ഞാൻ മൊത്തം സ്ട്രെസ്സ് കയറിയിരിക്കുന്നതായിരുന്നു. ഇന്ന് ഞാൻ വീഡിയോ എക്സ്പോർട്ടാക്കി പോസ്റ്റാക്കാൻ നോക്കുമ്പോൾ കുറേ ക്ലിപ്സ് കാണുന്നില്ല, കുറേ വോയിസ് ഓവർ കാണുന്നില്ല. എനിക്ക് മൊത്തത്തിൽ വട്ടുപിടിച്ച്. ഇതുപോലത്തെ കാര്യങ്ങൾക്കെല്ലാം എനിക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് കയറും. പിന്നെ ഞാൻ മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് കാരലിനെയും വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ റാം വാക്കായിരുന്നു കേട്ടോ. ഇത് റാം വാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തോ ഒരു വാക്ക്. ഇത് മഴയത്തെല്ലാം കളിച്ച് വന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്, വെറുതെ തമാശക്ക് എടുത്തതാണ്. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിധിയാണ് വീഡിയോ എടുക്കുന്നത്. നിധീൻ്റെ ഡെയിലി വ്ളോഗിലെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും വന്നു. ഇവർക്കൊക്കെ മലയാളികളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആയിരുന്നു. ഭയങ്കര ബാഡ് ഇംപ്രഷനായിരുന്നു. എന്നെ പരിചയപ്പെട്ടേ പിന്നെയാണ് ഇതൊക്കെ കുറച്ചൊന്ന് മാറിയത്. അപ്പം ഇനി കുറേ കഥകൾ പറയാനുണ്ട്. നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കിയാലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കഥ പറയാം. ടാറ്റാ, ബൈ ബൈ.